നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പോകുന്ന ബ്രെഡ് ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. നമ്മളെവിടെയെങ്കിലും യാത്രയൊക്കെ പോയിച്ച് വരുമ്പോൾ വളരെ ക്ഷീണിതരായിട്ടായിട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്നത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതെങ്ങനെയാന്ന് നോക്കാം. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് സവാള, 1 ക്യാരറ്റ്, 2 തക്കാളി, ബട്ടർ. നമ്മൾ 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം സവാളയെല്ലാം നമുക്ക് അതിൻ്റെ മൂട് വെച്ച് ഇതേപോലെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തീരെ പൊടിയായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം സവാള എല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം ഒരെണ്ണവേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നെടുകയൊന്ന് പൊളന്നിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിലേക്ക് 1 ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്.
ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ചെറു തീയിലിട്ടുകൊണ്ട് വേണം നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ല ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. റോസ്റ്റായി വന്ന ബ്രെഡ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും അതേപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി മുട്ട ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ഒന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി വെച്ചെടുക്കാം. ലേശം കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം തക്കാളി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. ഇനി നമ്മൾ മടങ്ങിക്കിടക്കുന്ന മുട്ടയുണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് ഒന്ന് മുറിച്ച് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ബ്രെഡ് ഇങ്ങനെ ഉണ്ടാകും, ഇതേപോലെ ചെയ്ത് നമുക്കെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ സൈഡിലുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമ്മളിതെല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ പീസാക്കി വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ട് നമുക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ നമുക്ക് സമയക്കുറവ് മൂലം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള ഈസി റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക്